രണ്ടാമത്തെ സലാഡിലേക്ക് കിടക്കുന്നു. ഇതൊരു ഹെൽത്തി തന്നെയാണ്. ഇതിൽ പീനട്ട്സ് ആണ് കൂടുതലായിട്ട് വരുന്നത്, വെജിറ്റബിൾസ്. അപ്പോൾ മിക്സ്ഡ് വെജിറ്റബിൾസ് ആൻഡ് പീനട്ട് സലാഡ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ആൻഡ് പീനട്ട് സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ് ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ചത് ഏകദേശം 1/2 കപ്പ്. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്താൽ അത്രയും തന്നെ കിട്ടും. ആപ്പിൾ ഒരു ചെറുത് കഷ്ണങ്ങളായി മുറിച്ചത്, അതിൻ്റെ സ്കിന്നോട് കൂടി തന്നെ, അതും ഏകദേശം 1/2 കപ്പ്. സവാള ഒരു മീഡിയം സൈസ് ചെറിയ ക്യൂബ്സിൻ്റെ ആകൃതിയിൽ മുറിച്ചെടുക്കുക. സലാഡ് കുക്കുംബർ ഒരു ചെറുത്, അതും ക്യൂബായിട്ട് മുറിക്കുക. ഏകദേശം 1/2 മുതൽ 1/4 കപ്പായാലും കുഴപ്പമില്ല. വേവിച്ച കപ്പലണ്ടി 1 കപ്പ്. ഇനി ഡ്രസ്സിങ്ങിന് വേണ്ട ചേരുവകൾ: മയണൈസ് 4 ടേബിൾ സ്പൂൺ, മസ്റ്റേർഡ് പേസ്റ്റ് അല്ലെങ്കിൽ മസ്റ്റേർഡ് സോസ് 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, നാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ, ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സലാഡാണ്. അത് നോക്കിക്കോളൂ. കപ്പലണ്ടി എങ്ങനെ പുഴുങ്ങുന്നതെന്ന് വെച്ചാൽ, ഇത് പച്ചക്കപ്പലണ്ടി, ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് പെട്ടെന്ന് പുഴുങ്ങിയെടുക്കാൻ സാധിക്കും. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് പുഴുങ്ങുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. എന്നിട്ട് ഊറ്റിയെടുത്താൽ മതി. ഇതിവിടെ റെഡി. ഇത് ഏകദേശം ഞാനൊരു കപ്പിൽ കൂടുതലുണ്ട്, 1.5 കപ്പോളം പീനട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ആപ്പിളുണ്ട്, അതൊക്കെ ചതുര കഷ്ണങ്ങളാണ്. കുക്കുംബറുണ്ട്, സലാഡ് കുക്കുംബർ, അത് ചതുര കഷ്ണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് ചെറിയ കഷ്ണം. ഇത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോയുടെ അകത്തെ അരി എല്ലാം മാറ്റിയിട്ട് അല്ലാണ്ട് എടുത്താണ്. ഒരുപാട് അതിനകത്തുള്ള ആ പൾപ്പി പാത്രം കൊണ്ട് എടുത്താൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും നമ്മുടെ സലാഡ്. അതുപോലെ എന്താ പറയുക, അതിൻ്റെ പുളിയും കൂടുതലായിരിക്കും. പിന്നെ മല്ലിയിലയുണ്ട്. പിന്നെ മസ്റ്റേർഡ് സോസ് അല്ലെങ്കിൽ മസ്റ്റേർഡ് പേസ്റ്റ്, കടുകിൻ്റെ ഒരു സോസാണ്, അല്ലെങ്കിൽ പേസ്റ്റായിട്ട് കിട്ടും. ഇതെല്ലാം കൂടെ ചേർത്ത് ആദ്യം ഒരു ഡ്രസ്സിങ് നമുക്ക് റെഡിയാക്കാം. ഈ ഡ്രസ്സിങ്ങിന് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന കാര്യം, കുറച്ച് മയോണീസ് ഉപയോഗിക്കും. നിർബന്ധമില്ല, ഇല്ലാതെ ബാക്കി കാര്യങ്ങൾ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഒരല്പം, ഒരുപാടൊന്നും വേണ്ട, ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുരുമുളക് പൊടി ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത്. ഇതിപ്പോൾ ഞാൻ 1/2 ടീസ്പൂണിൽ കൂടുതൽ ഇടുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയാം. ഇനിയാണ് ഇതിനകത്തേക്ക് കുറച്ച് മസ്റ്റേർഡ് പേസ്റ്റ് ഓർ സോസ്, കടുകിൻ്റെ സോസാണ്. ഇത് വാങ്ങാൻ കിട്ടും. ഒരു 1.5 ടീസ്പൂണോളം എടുക്കുന്നു. വേറൊരു ഫ്ലേവർ കിട്ടും നല്ലതായിട്ട്. കുറച്ച് ഒലിവ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുന്നു. ഇനി വേണ്ടത് ഉപ്പാണ്, പാകത്തിനുള്ള ഉപ്പ്. ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നമ്മളൊരു ഹെൽത്തി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ നമുക്കെല്ലാം ഒരു മിതത്വം ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിങ്. അതിന് മുന്നേ ഒരു കാര്യം കൂടിയുണ്ട്, ഒരല്പം നാരങ്ങ നീര്, ഒരു 1.5 ടീസ്പൂൺ നാരങ്ങ നീര്. ഇനി ഒരു നല്ലൊരു മിക്സിങ്. ഒരു കാര്യം കൂടി ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. മല്ലിയില നിർബന്ധമില്ല, അതല്ലെങ്കിൽ പാസ്ലി ലീവ്സോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഓക്കെയാണ്. പക്ഷേ ഞാൻ പാസ്ലി ലീവ്സിന് വരെ ഞാൻ മല്ലിയിലയാണ് ഇവിടെ ചേർക്കുന്നത്. കുറച്ച് അതിൻ്റെ തണ്ടോട് കൂടി ചേർക്കും. അതും ഒരു നല്ല ഫ്ലേവറാണ്, നല്ലൊരു ഗ്രീനാണ്, കാണുമ്പോഴും ഒരു ഭംഗിയാണ്, ടേസ്റ്റി കാര്യം. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഡ്രസ്സിങ് ഈസ് റെഡി. ഇനി നമ്മുടെ മിക്സിങ് എന്തൊക്കെയാണെന്ന് കാണണ്ടേ. അതായത് നമ്മുടെ സലാഡ് കുക്കുംബറുണ്ട്, പീനട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പീനട്ടാണ് ഇതിലെ പ്രധാന താരം. പുഴുങ്ങിയ കപ്പലണ്ടി, അപ്പോൾ 1 കപ്പോളം കപ്പലണ്ടി. ഇനി 1/2 കപ്പോളം ഒരു കുക്കുംബർ, ഒരു ചെറിയ കുക്കുംബർ വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ വലുതിൻ്റെ പകുതി. 1 ക്യാരറ്റ് ഉണ്ട്. ഇതെല്ലാം ഏകദേശം ഒരു 1/2 കപ്പ് 1/4 കപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. 1 ചെറിയ സവാള, എല്ലാം ക്യൂബ്സാണ്. ടൊമാറ്റോ വിത്തൗട്ട് സീഡ്സ്, കണ്ടു കഴിഞ്ഞാൽ ചുമന്ന ക്യാപ്സിക്കം പോലെ ഇരിക്കുന്നതല്ലേ, അതൊരു ഭംഗിയാണ്. അതുപോലെ ഒരു ചെറിയ ആപ്പിൾ, അതിൻ്റെ സ്കിന്നോട് കൂടിയാണ്. ഇപ്പോൾ ആപ്പിളിൻ്റെ സ്കിന്നൊക്കെ ഉപയോഗിക്കുന്ന സൂക്ഷിച്ച് വേണം. ഒരുപാട് പൊല്യൂഷനുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നില്ലെങ്കിൽ നിർബന്ധമില്ല. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ചുകൂടെ കളർഫുള്ളാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആപ്പിൾ വിത്ത് സ്കിന്നൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ നോക്കിയിട്ട് ഓക്കെ, അല്ലെങ്കിൽ സ്കിന്ന് കളഞ്ഞിട്ട് ചേർത്താലും മതി, അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട്. എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് മിക്സിങ്. ഇതിൽ ഉപ്പ് അങ്ങനത്തെ കാര്യമൊന്നും ചേർക്കേണ്ട. കാര്യം കംപ്ലീറ്റ് ഡ്രസ്സിങ് ഇവിടെ റെഡിയാണ്. അത് അവസാനം ഇതിനെ ഡ്രസ്സിങ്ങൊക്കെ ചേർത്ത് അതിനെ ഭയങ്കര ഗംഭീരമായ സൗന്ദര്യമുള്ള ആളാക്കി മാറ്റും. ഇതിപ്പോൾ ഇങ്ങനെ ഓക്കെ. ഇത് മയോണൈസൊന്നും ഒരുപാടൊന്നും നമ്മൾ ചേർക്കുന്നില്ല, അതുകൊണ്ട് അതൊരു അൺഹെൽത്തി ആണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അതും കൂടി വന്നാലാണ് കുറച്ചുകൂടി നല്ലത്. ഇല്ലെങ്കിൽ മയോണൈസ് ഒഴിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കുക.
ഇതിങ്ങനെ കഴിക്കുമ്പോൾ ആ കപ്പലണ്ടി എല്ലാം ഇങ്ങനെ കിട്ടുക എന്താ ടേസ്റ്റ് അറിയോ. ഇടയ്ക്ക് ആപ്പിളിൻ്റെ ഒരു ചെറിയ മധുരവും പിന്നെ നമ്മുടെ ഡ്രസ്സിങ്ങിൽ അത്യാവശ്യം പുളിയും ഉപ്പും എരിവൊക്കെ ഉണ്ട്. യെസ്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തേക്കും കിട്ടണം. ഇത് ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു സലാഡാണ് അല്ലേ. നോക്കിയാൽ പല പല കളേഴ്സിൻ്റെ ഒരു സമ്മിശ്ര സമ്മേളനം. ഇപ്പോൾ ഡ്രസ്സിങ്ങൊക്കെ എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന രീതിയിൽ യോജിപ്പിക്കുക. ഇത് ഓൾമോസ്റ്റ് റെഡി. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ സെക്കൻഡ് സലാഡ് ഈസ് ഓൾസോ റെഡി. ഇനി ഇതെങ്ങനെ വേണമെങ്കിലും അലങ്കരിക്കാം കേട്ടോ. ചുറ്റോട് ചുറ്റും ക്യാരറ്റ്സ്, ടൊമാറ്റോസ് ആൻഡ് കുക്കുമ്പർ എല്ലാം ഹാഫ് സ്ലൈസസ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ അടുക്കി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു അലങ്കാരം ചെയ്യാണ്ട് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തോളൂ. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയാവും. ടേബിളിൽ കൊണ്ട് വയ്ക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് എല്ലാവരും കഴിക്കും. നല്ല ഒരു പ്രസൻറ്റേഷൻ അത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കണമെന്ന്. ഇത് ചുറ്റും സ്പേസ് ഉണ്ട് ഇഷ്ടം പോലെ. ഞാനീ പറഞ്ഞില്ല, തീമാറ്റിക്കായിട്ട് ചെയ്താൽ മതി. ഇതിനകത്തുള്ള കാര്യങ്ങൾ തന്നെ കുക്കുമ്പറുണ്ട്, ക്യാരറ്റ്സ് ഉണ്ട്, ടൊമാറ്റോസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഹാഫ് സ്ലൈസസ് ആക്കി ഇങ്ങനെ ചുറ്റും വയ്ക്കുക. അപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും.